ആയുധ സാങ്കേതിക വിദ്യയിൽ അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന പ്രഹരശേഷിയുമായി ചൈന വെറുമൊരു അന്തർവാഹിനിയല്ല, മറിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിനെ തന്നെ ഒരു മിസൈൽ വിക്ഷേപണ കേന്ദ്രമാക്കി മാറ്റുന്ന വിസ്മയിപ്പിക്കുന്ന വിദ്യയാണിത്. സ്മാർട്ട് സെൻസറുകളും ആഴക്കടൽ മാപ്പിംഗും സംയോജിപ്പിച്ച് ചൈന വികസിപ്പിക്കുന്ന ഈ അദൃശ്യ മിസൈൽ സംവിധാനം പശ്ചിമേഷ്യയിലെയും പസഫിക്കിലെയും ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ആഴക്കടലിലെ ഈ നിശബ്ദ വിപ്ലവം ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? സാധാരണയായി അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഏകദേശം 30 മീറ്റർ ആഴത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചൈനീസ് ശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ പരീക്ഷണങ്ങൾ ഈ പരിധികളെ മറികടക്കുന്നതാണ്. ഏകദേശം 200 മീറ്റർ ആഴത്തിൽ സോളിഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പ്രവർത്തിപ്പിക്കാമെന്ന് കണ്ടെത്തിയതോടെ മിസൈൽ വിക്ഷേപണത്തിന്റെ തന്ത്രപരമായ സാധ്യതകൾ വൻതോതിൽ വികസിച്ചു. ഇത് വെറും സാങ്കേതിക നേട്ടമല്ല, മറിച്ച് ഭാവിയിലെ നാവിക യുദ്ധരീതികളെ തന്നെ പുനർനിർവചിക്കാൻ കഴിവുള്ള ഒരു മുന്നേറ്റമാണ്. ഈ ഗവേഷണത്തിന്റെ പ്രധാന ആകർഷണം അതിന്റെ പ്രായോഗികതയിലാണ്. സോളിഡ് റോക്കറ്റ് എഞ്ചിനുകൾക്ക് ലളിതമായ ഘടനയും ഉയർന്ന വിശ്വാസ്യതയും ഉള്ളതിനാൽ കടുത്ത സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ വെള്ളത്തിനടിയിലെ ഉയർന്ന മർദ്ദവും ജലവാതക ഇടപെടലുകളും വലിയ വെല്ലുവിളികളാണ്. ഇതിനെ മറികടക്കാൻ ചൈനീസ് ഗവേഷകർ വികസിപ്പിച്ച ഡീപ് വാട്ടർ എൻവയോൺമെന്റ് സിമുലേഷൻ പ്ലാറ്റ്ഫോം ശ്രദ്ധേയമാണ്. ഈ സംവിധാനത്തിലൂടെ 200 മീറ്റർ ആഴത്തിലെ ജലസമ്മർദ്ദവും പരിസ്ഥിതിയും കൃത്യമായി അനുകരിച്ച് എഞ്ചിനുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ സാധിച്ചു. പരീക്ഷണ ഫലങ്ങൾ ശ്രദ്ധേയമാണ്. 200 മീറ്റർ ആഴത്തിലും എഞ്ചിന്റെ ജലമർദ്ദം ഭൂതല പരീക്ഷണങ്ങളുമായി സമാനമായി നിലനിന്നു. വലിയ ആന്തോളനങ്ങളോ പ്രവർത്തനത്തിലെ അസ്ഥിരതകളോ ഇല്ലാതെ എഞ്ചിൻ പ്രവർത്തനത്തിലൂടെ ആഴക്കടൽ സാഹചര്യങ്ങളിലും വിശ്വസനീയമായ മിസൈൽ വിക്ഷേപണം സാധ്യമാണെന്ന് തെളിഞ്ഞു. ഹൈഡ്രോക്സിൽ ടെർമിനേറ്റഡ് പോളിബ്യൂട്ടാഡീൻ പോലുള്ള സോളിഡ് പ്രൊപ്പല്ലന്റുകൾ ഉപയോഗിച്ച് നിർമ്മിത മോട്ടോറുകൾക്ക് ഉയർന്ന മർദ്ദം സഹിക്കാനും സ്ഥിരത പുലർത്താനും കഴിയുന്നുവെന്നതും ഈ പരീക്ഷണം തെളിയിക്കുന്നു. ഈ സാങ്കേതിക പുരോഗതിക്ക് പിന്നിൽ ചൈനയുടെ വിപുലമായ സമുദ്ര മാപ്പിംഗ് പ്രോഗ്രാമാണ്. ഡസൻ കണക്കിന് ഗവേഷണ കപ്പലുകളും 100 കണക്കിന് സെൻസറുകളും ഉപയോഗിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കുറിച്ചുള്ള വിശദമായ വിവരശേഖരണം നടത്തുകയാണ്. ഇത് വെറും ശാസ്ത്രീയ ഗവേഷണമല്ല, മറിച്ച് സിവിൽ മിലിറ്ററി ഫ്യൂഷൻ എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. അഥവാ സിവിലിയൻ ഗവേഷണങ്ങൾ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു സമഗ്ര സമീപനം. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വിജയകരമായി നടപ്പാക്കിയാൽ ഭാവിയിലെ യുദ്ധങ്ങളിൽ അന്തർവാഹിനികളുടെ പങ്ക് കൂടുതൽ ശക്തമാകും. ആഴത്തിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകൾ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായതിനാൽ ഇവയ്ക്ക് കൂടുതൽ സ്റ്റെൽത്ത് കഴിവുകൾ ലഭിക്കും. അതിലൂടെ ഒരു രാജ്യത്തിന് തന്റെ ആണവ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയും. അമേരിക്കയുടെ ട്രൈഡന്റ് സിസ്റ്റവും ഫ്രാൻസിന്റെ M51 മിസൈലുകളും ഇതിനകം തന്നെ ഈ മേഖലയിൽ ശക്തമായ നിലപാടുകൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ചൈനയുടെ ഈ പുതിയ മുന്നേറ്റം ശക്തി സമവാക്യത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. അതേസമയം ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് വെല്ലുവിളികളില്ലാത്ത കാര്യമാണ്. ഉയർന്ന ജലസമ്മർദ്ദം, എഞ്ചിൻ ഇഗ്നിഷൻ സ്ഥിരത, വാതക ജല ഇടപെടലുകൾ, നിയന്ത്രിത വിക്ഷേപണ പാത എന്നിവയെല്ലാം വളരെ സൂക്ഷ്മമായ കണക്കുകൂട്ടലുകൾ ആവശ്യപ്പെടുന്ന ഘടകങ്ങളാണ്. അതിനാൽ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നാലും ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആയുധ സംവിധാനങ്ങളായി മാറാൻ കൂടുതൽ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അവസാനമായി ചൈനയുടെ ഈ നീക്കം ഒരു സാങ്കേതിക പരീക്ഷണം എന്നതിലുപരി ആഗോള ശക്തി സമവാക്യത്തിൽ സ്വാധീനം ചെലുത്താനുള്ള തന്ത്രപരമായ നീക്കമാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഉയർന്ന ഈ പുതിയ ആയുധ സാങ്കേതിക വിദ്യകൾ ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പായും കാണപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.